പല പ്രതിസന്ധി ഘട്ടത്തിലൂടെയും UDF നിലമ്പൂരിൽ കടന്നുപോയപ്പോഴും മുന്നിൽ നിന്ന് കൃത്യമായി നിലപാടെടുത്ത് മുന്നോട്ട് പോയത് സതീശനാണ്. മറ്റു പലരും പല രീതിയിൽ പാരപണിയാൻ നോക്കിയിട്ടും സതീശൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയില്ല. PV അൻവർ വിഷയത്തിലെടുത്ത നിലപാട് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിണറായി വിജയനെ വിമർശിച്ച് LDF-ൽ നിന്ന് പുറത്തു വന്ന അൻവറിനെ കൂടെ കൂട്ടണമെന്ന അഭിപ്രായക്കാരായിരുന്നു മിക്ക കോൺഗ്രസ് നേതാക്കളും. ലീഗ് നേതൃത്വത്തിനും അൻവറിനോട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സതീശൻ എടുത്ത നിലപാട് കൃത്യമായിരുന്നു. UDF-ൽ എത്തും മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച അൻവറിന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി മനസ്സിലാക്കാൻ സതീശന് കഴിഞ്ഞു. പല സമയത്ത് പല അഭിപ്രായം പറയുന്ന അൻവർ UDF-ന് പിന്നീട് തലവേദനയാകുമെന്ന് സതീശൻ കൃത്യമായി തന്നെ നിലപാടെടുത്ത് പറഞ്ഞു. അൻവർ ഇല്ലാതെ തന്നെ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുമെന്ന് കണക്ക് വെച്ച് സതീശൻ വാദിച്ചു. സതീശൻ എന്ന ഇലക്ഷൻ മാനേജ്മെന്റ് വിദഗ്ധന്റെ നേട്ടമാണ് UDF-നെ UDF ആയി തന്നെ നിലമ്പൂരിൽ മത്സരിക്കാൻ സതീശന്റെ നിലപാടുകളിലൂടെ കഴിഞ്ഞു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക.